ഹായ് ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാർജുകളെ കുറിച്ചും ചാർജിൻ്റെ ചില പ്രോപ്പർട്ടീസിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് നമുക്ക് ചാർജിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. സപ്പോസ് നമ്മളൊരു ചാർജ് എടുത്തു Q1. അതിൻ്റെ Q1ൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് വേറൊരു ചാർജ് Q2 കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കുക. കുറച്ച് ദൂരം എന്നൊക്കെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് R. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജുകളും ഒരേപോലെയാണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. If the charges are of opposite kind, they will attract. ഒരേപോലെയുള്ള ചാർജുകൾ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് കൈൻഡ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. ആൻഡ് ദിസ് ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഈസ് ഗവേൺഡ് ബൈ എ ലോ കോൾഡ് കൂളോംസ് ലോ. അഗസ്റ്റിൻ കൂളോം എന്ന പേരുള്ള ജെയിംസ് അഗസ്റ്റിൻ ഡി കൂളോം ഒരു ഫ്രഞ്ച് മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹമാണ് ഈ കൂളോംസ് ലോ ഫോർമുലേറ്റ് ചെയ്തത്. ഈ കൂളോംസ് ലോ വച്ചിട്ടാണ് നമുക്ക് ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. കൂളോം ഇവിടെ മാത്രമല്ല, കൂളോം മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളത് പിന്നീട് പഠിക്കും. കൂളോംസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് യു ഹാവ് ടു ചാർജസ് Q1 and Q2 separated by a small distance, then the force of attraction between these two charges is directly proportional to the product of their charges. Q1, Q2 എന്നീ ചാർജുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. I can write F is proportional to Q1, Q2. Similarly, this force is inversely proportional to the square of the distance between them. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. സോ I can write F is proportional to 1/r². രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. F is proportional to Q1, Q2/r². പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമുക്കൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് മാറ്റിയിട്ട് ഇക്വാലിറ്റി സൈനാക്കി മാറ്റാം. F is equal to K into Q1 Q2/r², where K is defined as 1/4πε0, another constant ε0, where ε0 equal to 8.854 into 10⁻⁻12 Coulomb square meter square per Newton. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് K equal to 1/4πε0 എന്നുള്ളത് 9 into 10⁻9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം സ്ക്വയർ ആണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂളോംസ് ലോയുടെ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. F equal to 1/4πε0 Q1 Q2/r² എന്ന് എഴുതാം. ആൻഡ് ഡെഫിനറ്റ്ലി ഫോഴ്സ് ഒരു വെക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി, ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ ഒരു വെക്ടർ നൊട്ടേഷൻ എഴുതിയാൽ മതിയാവും. എവിടേക്കായിരിക്കും ഈ കൂളോം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? രണ്ടെണ്ണത്തിനെയും സെൻറ്ററിലേക്കായിരിക്കും. ഇപ്പോൾ Q1 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ Q2 സെൻറ്ററിലേക്കായിരിക്കും. Q2 ആണെങ്കിൽ Q1 ആക്ട് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. ഇഫ് ദേ ആർ അൺലൈക്ക് ചാർജസ്. നേരെ തിരിച്ചാണെങ്കിൽ റിപ്പൾഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ. സോ എനിവേ നമുക്കെന്ത് പറയാം? ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് R. നമ്മൾ R എങ്ങനെയാണോ എടുക്കുന്നത് ആ ഡിറക്ഷനിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്റ്റർ രൂപത്തിൽ ഇതിനെ എങ്ങനെ എഴുതാം? F equal to 1/4πε0 Q1 Q2/r² into r cap, where r cap is the unit vector in the direction of the distance R. See, നമ്മളിടയ്ക്ക് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയുകയല്ലാതെ എന്താണ് അത് വിശദമായിട്ട് പറഞ്ഞില്ല. കൂടുതൽ വിശദമായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഫീൽഡും പോളറൈസേഷനും ഒക്കെ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തൽക്കാലം അത്ര വിശദമായിട്ട് നമ്മൾ പറയാൻ പോകുന്നില്ല. എനിവേ, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ε0 equal to 8.854 into 10⁻12 കൂളോം മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ ആണ്. എന്തുകൊണ്ടാണ് ഫ്രീ സ്പേസ് എടുത്തത് വെച്ചാൽ, എൻ്റെ അസംഷൻ എന്താ വെച്ചാൽ ഈ രണ്ട് ചാർജുകളുടെ ഇടയിൽ ഫ്രീ സ്പേസ് ആണ് എന്നാണ്. ഇനി ഫ്രീ സ്പേസ് അല്ലായിരുന്നുവെങ്കിലോ, ഇടയ്ക്ക് ഗ്ലിസറിൻ അല്ലെങ്കിൽ വാട്ടർ ഒരു മീഡിയം ഉണ്ടെങ്കിലോ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ε0 എന്ന് എടുക്കാൻ പറ്റില്ല. എപ്സിലോൺ ഓഫ് വാട്ടർ അല്ലെങ്കിൽ എപ്സിലോൺ ഓഫ് ഗ്ലിസറിൻ എന്നെടുക്കണം. ജനറലി അതൊരു മീഡിയം ആണെങ്കിൽ നിങ്ങൾക്ക് എപ്സിലോൺ മീഡിയം എന്നെടുക്കാം. പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ε0m എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റാം. The force F equal to 1/4πε0m into Q1 Q2/r². പലപ്പോഴും നമ്മൾ ε0m എഴുതാറില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഈ തന്നിരിക്കുന്ന മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എന്നുള്ളത് ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയുടെ എത്ര ടൈംസ് ആണെന്ന് അങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കും. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ നമ്പർ ഇസ് നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. കുറച്ചുകൂടെ ലളിതമാക്കി പറഞ്ഞാൽ എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ മീഡിയം ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഓഫ് ഫ്രീ സ്പേസ് ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ എം ബൈ എപ്സിലോൺ 0, ഓർ യു ക്യാൻ റൈറ്റ് എപ്സിലോൺ എം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0. അങ്ങനെയാണ് നമ്മുടെ നേരത്തെ ഇക്വേഷൻ മാറ്റിയിട്ട് എഫ് ഈക്വൽ ടു 1/4π എപ്സിലോൺ ആർ എപ്സിലോൺ 0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നെഴുതാം. സി, ഈ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ്. നമുക്കറിയാം രണ്ട് കാര്യങ്ങളാണ് ഈ ഫോഴ്സിനെ തീരുമാനിക്കുക. ഒന്ന് ആ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡാണ്, രണ്ടാമത്തത് അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ട്, മീഡിയം പ്രസന്റ് ആണോ അല്ലേ. വാക്വം ആണെങ്കിൽ നല്ല ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. വാക്വത്തിന്റെ എപ്സിലോൺ 0 വളരെ ചെറുതാണ്. വാട്ടർ ആണെങ്കിൽ ഫോഴ്സ് കുറയും, ഗ്ലിസറിൻ ആണെങ്കിൽ ഫോഴ്സ് കുറയും. കാരണം അതിൻ്റെയൊക്കെ എപ്സിലോൺ വാല്യൂ, എപ്സിലോൺ മീഡിയം കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ എപ്സിലോൺ മീഡിയം എന്ന് പറയുന്നത് ഫ്രീ സ്പേസിനേക്കാൾ 80 ഇരട്ടിയാണ്, 80 ടൈംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം വാട്ടർ ആണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫോഴ്സിന്റെ 1/8 ഫോഴ്സ് ഇപ്പം ഉണ്ടാവുള്ളൂ, 1/80th ഫോഴ്സ് ഇപ്പം ഉണ്ടാവുള്ളൂ. സി, നമ്മളൊരു പീസ് കുറച്ച് സോഡിയം ക്ലോറൈഡ് എടുക്കുക. സോഡിയം ക്ലോറൈഡിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അയോണിക് ബോണ്ടിങ് ആണ്. സോഡിയം ക്ലോറിനും ഒരു ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞ് സോഡിയം പോസിറ്റീവും ക്ലോറിൻ നെഗറ്റീവായിട്ട് നിൽക്കും. ഈ ക്ലോറിനും സോഡിയവും തമ്മിൽ അട്രാക്ട് ചെയ്തിട്ടാണ് അയോണിക് ബോണ്ടിങ് ഉണ്ടാവുന്നത്. ഇതിലേക്ക് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂളോംസ് അട്രാക്ഷൻ ആണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഫ്രീ സ്പേസ് നേരത്തെ ആയിരുന്നു, ഇപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തായി, അത് മാറിയിട്ട് വെള്ളമായി. സി, ഫോഴ്സ് 80 ടൈംസ് കുറഞ്ഞു, അത് വെള്ളത്തിൽ ഡിസോൾവ് ആവും. ഇതുകൊണ്ടാണ് സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്. എയർ ആണെങ്കിലും വാക്വം ആണെങ്കിലും നമുക്ക് ഏറെക്കുറെ ഒരേപോലെയാണെന്ന് എടുക്കാം, ഓൾമോസ്റ്റ് സെയിം ആണ്. സി, ഈ കൂളോംസ് ലോക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഈ ഫോഴ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. ദാറ്റ് സിംപ്ലി മീൻസ് ഇതിൽ ഇന്ററാക്ട് ചെയ്യുന്ന പാർട്ടിക്കിളുകളുടെ സെന്ററുകൾ തമ്മിലാണ് ഈ ഫോഴ്സ്. സച്ച് എ ഫോഴ്സ് ഇസ് നോൺ ആസ് സെൻട്രൽ ഫോഴ്സ്. രണ്ടാമത്തെ പ്രത്യേകത, സി, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭയങ്കര എക്സാമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്ററാക്ഷൻ ഡിസ്റ്റൻസും പാർട്ടിക്കിളിന്റെ സൈസും, ഇന്ററാക്ടിങ് പാർട്ടിക്കിളിന്റെ സൈസും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, കമ്പയർ ചെയ്യാൻ പറ്റില്ല. സി, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. സൂര്യന്റെ റേഡിയസിനേക്കാൾ ഏറെക്കുറെ 200 ടൈംസ് ദൂരെയാണ് ഭൂമിയുള്ളത്. അപ്പൊ ഇത്രയും ദൂരത്തേക്ക് ഈ ഫോഴ്സ് ആക്ട് ചെയ്യും. അതാണ് ലോങ് റേഞ്ച് ഫോഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഉള്ളിൽ. ഇലക്ട്രോണിന്റെ സൈസിനേക്കാൾ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ സൈസിനേക്കാൾ ഒരുപാട് ദൂരെയുള്ള ഒരു പാർട്ടിക്കിളിനെ ഈ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ലോങ് റേഞ്ച് ഫോഴ്സ് എന്നുള്ളതിന്റെ അർത്ഥം. സോ ദിസ് ഇസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അടുത്ത പ്രത്യേകത, ഇത് ഇൻവേഴ്സ് സ്ക്വയർ ലോ അനുസരിക്കും. എന്ന് വെച്ചാൽ നമുക്കറിയാം 1/4π എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ആ ആർ സ്ക്വയർ അവിടെ ഉണ്ട്, 1/r സ്ക്വയർ. സച്ച് ഫോഴ്സസ് ആർ നോൺ ആസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സസ്. നെക്സ്റ്റ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ചില മെറ്റീരിയലുകൾ, ചില ഫോഴ്സുകൾ അത് എവിടെയാണോ അതിന്റെ ആ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വർക്ക് ഡൺ, അതിന്റെ ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഒരിക്കലും പോകുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അത്തരം ഫോഴ്സിനെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുക. The conservative force depends in a conservative force, the work done by that force depends only on the initial and final points and is independent of the path followed. Such a force is known as conservative force. Electrostatic force അങ്ങനെ ഒരു ഫോഴ്സ് ആണ്. അടുത്തത്, ഇത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? സി, ഒരു ചാർജ് Q ഉണ്ട് എന്ന് വിചാരിക്കും. ഈ ചാർജിൻ്റെ അടുത്ത് ഞാൻ വേറൊരു ചാർജ് Q1 കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ മേലെ ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി റിപ്പൾഷൻ ആയിരിക്കുമല്ലോ. Q1 to Q ആയിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് F1. ഇനി ഞാൻ വേറൊരു ചാർജ് കൊണ്ടുവയ്ക്കുകയാണ് -Q2. അത് അട്രാക്ഷൻ ആയിരിക്കും. Qവിനെ -Q2 അതിന്റെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യും. ഡെഫിനറ്റ്ലി Q2 -Q2 ആയിരിക്കും ആ ഫോഴ്സ്. യു ലുക്ക് അറ്റ് ദ ഫിഗർ. ഇത് രണ്ടും കൂടെ ഇതിന്റെ മേലെ ഉണ്ടാക്കുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫോഴ്സ് പ്ലസ് രണ്ടാമത്തെ ഫോഴ്സ് ആയിരിക്കും.
വെക്റ്റർ ആണ് ഫോഴ്സ് രണ്ടും, വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല, വെക്റ്റോറിയലി ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്, കാരണം രണ്ടും കൊലീനിയർ ആണ്. സോ ഐ ക്യാൻ സിംപ്ലി റൈറ്റ് F12 എന്നുള്ളത് രണ്ടും കൂടെ കൂട്ടി എഴുതാം. ഞാൻ ചിത്രത്തിൽ നീല നിറത്തിലുള്ളതിനും ചുവപ്പ് നിറം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ റിസൾട്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ യു ക്യാൻ സിംപ്ലി റൈറ്റ് F12 ഈക്വൽ ടു F1 പ്ലസ് F2 എന്ന് എഴുതാം. ഇനി മൂന്നാമതൊരു ചാർജ് കൂടെ കൊണ്ടുവച്ചു. അതിൻ്റെ മോളിൽ സൗകര്യത്തിന് എവിടെ വേണമെങ്കിലും വയ്ക്കാം, തൽക്കാലം മോളിൽ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ക്യൂവിൻ്റെ മേലെ Q3 മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, റിപ്പൾഷൻ ആയിരിക്കും, അട്രാക്ഷൻ ആയിരിക്കും. ഞാൻ Q3 നെഗറ്റീവാണ് എടുത്തത്, അതിന് അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഓൾറെഡി F12 Q1ൻ്റെയും Q2ൻ്റെയും കൂടെ ഒരു റിസൾട്ടൻ ഫോഴ്സ് F12 വലത്തോട്ടുണ്ട്, കൂടാതെ റൈറ്റ് സൈഡിലേക്കുണ്ട്, കൂടാതെ മുകളിലേക്ക് അപ്പ് സൈഡിലേക്ക് അപ്വാർഡ് ഡിറക്ഷനിൽ ഒരു ഫോഴ്സ് കൂടിയുണ്ട് F3. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം എങ്ങനെയായിരിക്കും? വെക്റ്റർ സം ആയിരിക്കും. നമുക്ക് ട്രയാങ്കുലർ ലോ എടുക്കാം, അല്ലെങ്കിൽ പാരലോഗ്രാം ലോ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് F123 എന്നുള്ളത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എടുക്കാം. ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ ഫോഴ്സ് F ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് F3 എന്ന് എഴുതാം. ഇനി നാലാമതും കൂടെ വന്നാലോ? F ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 വരും. എണ്ണം വന്നു കഴിഞ്ഞാൽ F ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് എക്സെട്ര Fn വരും. ഓക്കെ, ഈ പ്രിൻസിപ്പിൾ, ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത് സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ ഇലക്ട്രിക് ചാർജ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ കൂളംബ്സ് ലോയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സെൻട്രൽ ഫോഴ്സ് ആണ്, ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, ഇൻവേഴ്സ് സ്ക്വയർ ലോ അനുസരിക്കും, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, ആൻഡ് ഇറ്റ് ഒബേസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.